ശരി, എന്തായാലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ. ഇനി എന്ത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ച ചർച്ചയാകും. അതിൽ ചർച്ചയ്ക്ക് ശേഷം എന്ത് നടപടിയായിരിക്കും പാർട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അടുത്തിടെ ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെ തള്ളിപ്പറയുന്നത്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ ഉയർന്ന ആരോപണം ഗൗരവമുള്ളതാണെന്ന് അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. പിന്നാലെ പാർട്ടിയുടെ താക്കീതും വന്നു. സമാനമായ രീതിയിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. അന്നത്തെയും ഇന്നലത്തെയും പ്രതികരണം കേൾക്കാം. പ്രമോഷൻ കൊടുത്തപ്പോൾ അത് അനുചിതമായ നടപടിയായി. ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു. ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ത് ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്ക് തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്.